അക്കൗണ്ടിങ് ഫോർ ഷെയർസ് അഥവാ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളാണ് അക്കൗണ്ടിങ് ഫോർ ഷെയർസ് എന്ന് പറയുന്നത്. യൂണിറ്റ് നമ്പർ 1 ഇഷ്യൂ ഷെയർസ്. അപ്പോൾ ഇത് ഒരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷേ ഇത് ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് കൃത്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഈ ഇഷ്യൂ ഷെയർസ് എന്നുള്ളതിൻ്റെ അകത്ത് ഫസ്റ്റ് വണ് എന്താണ് ഷെയർസ്, അല്ലെങ്കിൽ എന്താണ് കമ്പനി, എന്താണ് ഇഷ്യൂ ഷെയർസ്, ഇങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസിന് നമ്മളിവിടെ ആൻസർ കണ്ടെത്താനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഒരു ഡെഫിനിഷൻ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന പ്രൊഫസർ ഹാനി പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്. ജസ്റ്റ് നോക്കുക. എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിങ് സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. കമ്പനി എന്ന് പറയുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള മനുഷ്യനല്ല. പിന്നെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം, പ്രകൃതിദത്തമായിട്ടുള്ളൊരു കാര്യം അല്ല. പിന്നെ പറഞ്ഞ് നിയമത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഇതിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റി ഉണ്ടാകുന്നതാണ്, നിലനിൽപ്പ് ഉള്ളതാണ്. കാരണം അതിനെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പേഴ്സണായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനൊരു പെർപെച്വൽ സക്സഷൻ വിത്ത് എ കോമൺ സീൽ, അതായത് ഒരു പൊതുവായിട്ടുള്ള ഒരു അംഗീകാരത്തോട് കൂടി അല്ലേ, അതിനെ സെപ്പറേറ്റ് എൻറ്റിറ്റി മറ്റുള്ളവയിൽ നിന്നും വിഭജിച്ച് നിർത്തുന്നതോ അല്ലെങ്കിൽ വേർതിരിച്ച് നിർത്തുന്നതോ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകതയിൽ അവ എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവാം, ഒരു കമ്പനി എന്ന് പറയുന്നത് തുടങ്ങിയിരിക്കുന്നത് 5 വർഷത്തേക്കോ 6 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഒന്നും അല്ല. അത് നെവർ എൻഡിങ് ആയിട്ട് ഫ്രണ്ടിലോട്ട് തന്നെ അത് പോകുന്നതായിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊഫസർ ഹാനി പറഞ്ഞിരിക്കുന്ന കമ്പനി എന്നുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പഠിക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. 1, ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. കുറേ വ്യക്തികളുടെ സ്വയമായുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് അസോസിയേഷനാണ് എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത്. 2, ഇറ്റ് ഈസ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു അസോസിയേഷനാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമത്താൽ രൂപീകൃതമായിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണാണ്. പിന്നെ പറഞ്ഞിരുന്നത് ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇതിന് പല പല ലീഗൽ എൻറ്റിറ്റികൾ അല്ലെങ്കിൽ മറ്റുള്ളവയിൽ നിന്ന്, അതൊരു വ്യക്തിയല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രസ്ഥാനമുള്ള ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് ഇതിലുള്ളത്. ഇറ്റ് ഹാസ് എ പെർപെച്വൽ സക്സഷൻ ഓർ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. പിന്നെ പറയുന്നത് എന്താണ്, ഇതിനൊരു ഫ്രണ്ടിലേക്ക് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നാണ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഇതിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റായിട്ട് പറയുന്നത് ഇത് ഒരു കോമൺ സീല് അല്ലേ, ഇതിനൊരു സെപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. നെക്സ്റ്റ് എന്താ, ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് ഡിവൈഡ് ഇൻ ടു പാർട്സ് ഇസ് കോൾഡ് ഷെയർസ്. ഒരു കമ്പനിയുടെ മൂലധനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, പലതായിട്ട് തരംതിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷെയർസ് എന്ന് പറയുന്നത് അല്ലേ ഓഹരി എന്ന് പറയുന്നത്. ദീസ് ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ്. ഓക്കെ, ചില കണ്ടീഷൻസിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഷെയർസ് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്, ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ദ ലയബിലിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡർ ഓഫ് എ കമ്പനി ഈസ് ലിമിറ്റഡ് ടു ദി അൺപെയ്ഡ് വാല്യൂ ഓഫ് ഹിസ് ഷെയർസ്. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ അദ്ദേഹം എടുത്തിരിക്കുന്ന ഷെയർ എത്രയാണോ അതിനനുസരിച്ചുള്ള ലയബിലിറ്റി മാത്രമേ, ബാധ്യത മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാകുകയുള്ളൂ. എ കമ്പനി ഹാസ് എ ഡെമോക്രാറ്റിക് സെറ്റപ്പ്. ഓൾ ദ മെമ്പേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഇലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ് ഓൺ ദി ബോർഡ്. അതായത് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് അവർക്ക് തന്നെ ജനപ്രതിനിധികളെ അതായത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ആരാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് വരേണ്ടതെന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, കമ്പനിയുടെ മറ്റ് ഷെയർ ഹോൾഡേഴ്സാണ് അതിൻ്റെ നിന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരുന്നു, എ കമ്പനി ഈസ് ഇൻ എ മച്ച് ബെറ്റർ പൊസിഷൻ ടു റൈസ് ഫിനാൻസ്. ഇറ്റ് ക്യാൻ ഇഷ്യൂ പ്രോസ്പെക്ടസ് ഇൻവൈറ്റിംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദി പബ്ലിക് ടു പർച്ചേസ് ഇറ്റ്സ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അതായത് പബ്ലിക്കിൽ നിന്നും ഫിനാൻസ് ക്യാപിറ്റൽ നേടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി കമ്പനി ഒരു നല്ല പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ
ദേ ക്യാൻ റേസ് പ്രോസ്പെക്ടസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് മറ്റു കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ബുക്കായിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അതിനത് ഈസി ആയിട്ട് ഈ ഫോർമാറ്റിലുണ്ട്. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം, അവർക്ക് ഷെയർസോ ഡിബെഞ്ചേഴ്സോ എന്ത് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞേക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് പേജ് നമ്പർ 8, ടൈപ്സ് ഓഫ് കമ്പനീസ്. വി ക്യാൻ ഡിവൈഡ് ദ കമ്പനീസ് ഇൻ ടു certain categories. First one, on the basis of modes of registration, on the basis of number of members. ദെൻ അതിൻ്റെ ബേസിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, വൺ പേഴ്സൺ കമ്പനി ഇങ്ങനെ തിരിക്കാം. പിന്നെ അതിന് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, കമ്പനീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് ഓൺ ദ ബേസ് ഓഫ് ലിസ്റ്റിംഗ്. ABCD 4 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഇത് എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ PSC മോഡലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള ബാങ്ക് ടെസ്റ്റുകൾക്കൊക്കെ ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള റയർ, ഫുള്ളല്ല ചോദിക്കുന്നത്, ഇതിൻ്റെ ഏതെങ്കിലും ഒന്നാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് പഠിക്കാൻ നമുക്കതിൻ്റെ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് കമ്പനീസ് ഒന്നാമത്തെയാണ് ഓൺ ദ ബേസ് ഓഫ് മോഡ്സ് ഓഫ് രജിസ്ട്രേഷൻ. ഒരു കമ്പനി ആരംഭിക്കുന്നതിന് മുമ്പ് അത് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് എങ്ങനെയാണ്, രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ രീതിക്കനുസരിച്ച് നമുക്ക് കമ്പനികളെ തരംതിരിക്കാം. അപ്പോൾ ഓരോ സെൻറ്റൻസ് ഞാൻ വായിച്ച് പറയുന്നില്ല, അർത്ഥം പറയുന്നത്, കാരണം ഇത് ഒത്തിരി ലെങ്തുള്ള ക്ലാസ്സായിട്ട് പോകും. നിങ്ങൾക്കത് എന്താണെന്നുള്ളത് മാത്രം ഷോർട്ടായിട്ട് പഠിച്ചു വെക്കുക. ഹെഡിങ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നാമതെയാണ് ഓൺ ദ മോഡ്സ് ഓഫ് രജിസ്ട്രേഷൻ്റെ രീതി അനുസരിച്ച്. ഒന്ന്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്നാണ് ആദ്യത്തെ തരംതിരിച്ചിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്തായിരിക്കും? നിയമപരമായിട്ടുള്ള, ലോഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ദ കമ്പനി വിച്ച് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ സ്പെഷ്യൽ ആക്ട് ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആർ കോൾഡ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് സെൻറ്റൻസ്. കമ്പനി വിച്ച് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ സ്പെഷ്യൽ ആക്ട് ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് സെൻട്രൽ ലെജിസ്ലേച്ചറിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയോ സ്പെഷ്യൽ റൂൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റെയോ പ്രത്യേകിച്ച് നിയമം അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഏതാണ് കമ്പനികളാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയാം. അതിൻ്റെ അത് പറയുന്ന എക്സാമ്പിൾ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, RBI, UTI എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇത് എക്സാമ്പിളൊക്കെ പഠിച്ചു വെച്ചോളാം. ഇതിനെയൊക്കെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് രജിസ്റ്റേർഡ് കമ്പനി. പറയുന്ന മാത്രം അണ്ടർലൈൻ ചെയ്യുക. കമ്പനി വിച്ച് ആർ അണ്ടർലൈൻ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ അണ്ടർ എനി അതർ ഏർലിയർ കമ്പനീസ് ആക്ട്, അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം ചാർട്ടേഡ് കമ്പനികളാണ്, നോൺ ആസ് എ ചാർട്ടേഡ് കമ്പനി. ഇതിൻ്റെ റൂൾ അനുസരിച്ചോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യുന്ന സെക്ഷൻസാണ്. അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നതാണ് ഈ രജിസ്റ്റേർഡ് കമ്പനിയും ചാർട്ടേഡ് കമ്പനി നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റ സെൻറ്റൻസിനായിട്ട് കാര്യമായിട്ട് പഠിക്കാം. അതുകൊണ്ടാണ് ഞാനങ്ങനെ മിക്സ് ചെയ്ത് പറഞ്ഞത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രജിസ്റ്റേർഡ് കമ്പനി എന്ന് ഇത്ര ഓർക്കുക, 2013 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നോ അല്ലെങ്കിൽ പറയുന്നതാണ് അതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു കമ്പനി ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളെ നമ്മൾ എന്തെന്ന് പറയാം, രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയാം. പിന്നെയുള്ള ചാർട്ടേഡ് കമ്പനി സെയിം തന്നെയാണ് വരുന്നത്. വിച്ച് ആർ രജിസ്റ്റേർഡ് അണ്ടർലൈൻ ചെയ്യുക അണ്ടർ ദ സ്പെഷ്യൽ ചാർട്ടർ ഗ്രാൻഡഡ് ബൈ ദി കിങ് ഓർ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട് ആർ നോൺ ആസ് ചാർട്ടേഡ് കമ്പനി. അതായത് ഇംഗ്ലണ്ടിലെ രാജ്ഞിയോ അല്ലെങ്കിൽ രാജാവോ എന്ത് ചെയ്യുന്നുണ്ട്, രാജാവോ രാജ്ഞിയോ പുറപ്പെടുവിക്കുന്ന സ്പെഷ്യൽ ചാർട്ടറിൻ്റെ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളെയാണ് എന്തെന്ന് പറയുന്നത്, ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓൺ ദി ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നതാണ് മോഡ്സ് ഓഫ് രജിസ്ട്രേഷൻ. മോഡ്സ് ഓഫ് രജിസ്ട്രേഷൻ പ്രകാരം ഒന്ന് കമ്പനികളെ തരംതിരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പറയുന്നതാണ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ പ്രത്യേകത അല്ലെ ബേസിസിൽ എങ്ങനെയാണ് കമ്പനികളെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാണ് പ്രൈവറ്റ് കമ്പനി, രണ്ട് പബ്ലിക് കമ്പനി. എന്താണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കുക. പ്രൈവറ്റ് കമ്പനിയിൽ പറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ സെക്കൻഡ് സെൻറ്റൻസ് ആവശ്യമുള്ള മാത്രം അണ്ടർലൈൻ ചെയ്യുക. സെക്കൻഡ് ലൈൻ ഓക്കെ, അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 68 എന്ന് ഓർത്തിരിക്കുന്നത്. രണ്ടാമത്തെ ലൈൻ നോക്കുക. ദ ഫോളോവിങ് ഫീച്ചേഴ്സ് മസ്റ്റ് ബി
ഇൻക്ലൂഡഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എവരി പ്രൈവറ്റ് കമ്പനി. എല്ലാ പ്രൈവറ്റ് കമ്പനിയുടെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ താഴെ പറയുന്ന ഫീച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം, ഉണ്ടാവണം. എന്തൊക്കെയാണെന്ന് കാണാൻ പഠിക്കുക. 1. The number of members of a private company cannot exceed 200 in the case of one person, that is a person company, not counting the employees and ex-employees of the company. അതായത് പ്രൈവറ്റ് കമ്പനിയിലെ മെമ്പേഴ്സ് എത്രയിൽ കൂടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? cannot exceed 200. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 200 പേര് കൂടാനായിട്ട് പാടില്ല. എക്സെപ്റ്റ് ഏത് ചില കേസുകൾ അതിന് എക്സ്ക്യൂസ് പറയുന്നുണ്ട്. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് വൺ പേഴ്സൺ കമ്പനി. ഓക്കെ, ഈ വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതൊഴികെ ബാക്കിയുള്ള എല്ലാ കമ്പനികളിലും എത്രയും കൂടാൻ പാടില്ല? എത്രയിലാണ്? 200-ൽ കൂടാനായിട്ട് പാടില്ല. നോട്ട് കൗണ്ടിങ് ദി എംപ്ലോയീസ് ആൻഡ് എക്സ് എംപ്ലോയീസ് ഓഫ് എ കമ്പനി, ജോയിൻറ്റ് ഹോൾഡേഴ്സ് ഹാവ് ടു കൗണ്ട് ആസ് വൺ മെമ്പർ. ഓക്കെ, രണ്ടാമത് പറയുന്നതാണ് ഈ പ്രൈവറ്റ് കമ്പനി, അണ്ടർലൈൻ ചെയ്യുക, cannot invite members of the public to subscribe to its securities such as shares, debentures, bonds, etc. അടുത്തൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു എന്താണ് ഫീച്ചറാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ദേ cannot invite members of the പബ്ലിക്, അല്ലേ? പ്രൈവറ്റ് കമ്പനിക്ക് ഒരിക്കലും പബ്ലിക്കിൽ നിന്നും ഇവരുടെ ഷെയറുകളോ ഡിവെഞ്ചറുകളോ ഒന്നും എന്ത് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്, ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ആളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു പബ്ലിക്കിൽ നിന്നൊരാളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്ത് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ഷെയർ, ഡിവെഞ്ചർ, ബോണ്ടുകൾ. 3 പറയുന്നതാണ് ദെയർ മസ്റ്റ് ബി സം റെസ്ട്രിക്ഷൻസ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓഫ് ദി കമ്പനി. അടുത്ത് പറയുന്നതാണ് ഒരു കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദെയർ മസ്റ്റ് ബി സം റെസ്ട്രിക്ഷൻസ്, അതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നതാണ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനേഷൻ അത് പറയുന്നുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ഓഫ് ദി കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യുക. എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളെയും നമ്മൾ എന്തെന്ന് പറയാൻ സാധിക്കും? പബ്ലിക് കമ്പനി എന്ന് പറയാം. അപ്പം പ്രൈവറ്റ് കമ്പനി അല്ലെന്ന് വെറുതെ എഴുതിയിട്ട് കാര്യമില്ല. പ്രൈവറ്റ് കമ്പനിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നതെന്ന് എവിടെ കൊടുത്തിട്ടുണ്ട്? മുകളിൽ 3 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ അതിനകത്ത് ഒരു ഫീച്ചറും കൂടെ സെക്കൻഡ് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ അങ്ങനെ അണ്ടർലൈൻ ചെയ്യുക. ദി കമ്പനീസ് ആക്ട് 2013 പ്രൊവൈഡ് ദാറ്റ്, അണ്ടർലൈൻ ചെയ്യുക, എ പബ്ലിക് കമ്പനി മസ്റ്റ് ഹാവ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹5 lakh. ഓക്കെ, അതുകൊണ്ട് പഠിച്ചു വെച്ചോളാം കേട്ടോ. പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര രൂപ വേണം? 5 ലക്ഷം രൂപയിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇനി വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കമ്പനീസ് ആക്ട് 2013 ഹാസ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് വൺ പേഴ്സൺ കമ്പനി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ സെക്ഷൻ 2 സബ്സെക്ഷൻ 62 ഓഫ് ദി ആക്ട് ആസ്, അണ്ടർലൈൻ ചെയ്യുക, എ കമ്പനി വിച്ച് ഹാസ് വൺ പേഴ്സൺ ആസ് ഇറ്റ്സ് മെമ്പർ. ഒരു കമ്പനിയുടെ മെമ്പറായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വൺ പേഴ്സൺ കമ്പനി എന്ന് വിളിക്കും. ഇനി മൂന്നാമത്തെ, അതായത് ഒന്നാമത് നമ്മൾ കണ്ടു ഓൺ ദ ബേസ് ഓഫ് മോഡ്സ് ഓഫ് രജിസ്ട്രേഷനും, രണ്ടാമത് പറയുന്നത് ഓൺ ദ ബേസ് ഓഫ് എ നമ്പർ ഓഫ് മെമ്പേഴ്സും കണ്ടു. മൂന്നാമത്തെ പറയുന്നത് ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സിൻ്റെ ബാധ്യത എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ബേസിൽ നമ്മൾ ലയബിലിറ്റിയുടെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ തരംതിരിക്കുന്നത്. ഒന്ന്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് പ്രധാനമായിട്ടും മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയുടെ പ്രകാരം നമ്മൾ ഒരു കമ്പനി രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ലിമിറ്റഡ് ബൈ ഷെയർസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇൻ ദ കേസ് ഓഫ് എ ഷെയർ ഹോൾഡർ ഈസ് ലയബിൾ ഓൺലി ഫോർ ദി അൺലൈൻ അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദ ഷെയർസ് പർച്ചേസ്ഡ് ബൈ ഹിം. എങ്ങനെയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയാൻ കാരണം ഇതാണ്. എ ഷെയർ ഹോൾഡർ ഈസ് ലയബിൾ, ഒരു ഷെയർ ഹോൾഡർ എന്തിനു മാത്രമേ ലയബിൾ ആയിട്ടുള്ളൂ? ഓൺലി ഫോർ ദി അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദ ഷെയർസ് പർച്ചേസ്ഡ് ബൈ ഹിം. അതായത് ഒരാൾ മേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഷെയർസിൻ്റെ അൺപെയ്ഡ് എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന് ആനുപാതികമായിട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി വെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, these are companies in which a member is liable to, underline, pay a certain sum of money mentioned in the memorandum of association
ആസ് അണ്ടർലൈൻ പേയബിൾ ഇൻ ദ ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ലിക്വിഡേഷൻ ടൈമിൽ അവർക്ക് പേ ചെയ്യാൻ സാധിക്കണം. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് മണി മെൻഷൻ ഇൻ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന എത്ര രൂപയാണ് അതിൽ അടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ലിക്വിഡേഷൻ ടൈമിൽ, ആ പറയുന്ന എമൗണ്ടിന് മാത്രമേ അവരെന്ത് ചെയ്തുള്ളൂ, ലയബിൾ ആകുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്, താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. നെക്സ്റ്റ് മൂന്നാമത്തെ, കമ്പനീസ് വിത്ത് അൺലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അടുത്താണ് കമ്പനീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദിസ് കേസ് ദ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ്. ദീസ് കമ്പനീസ് ആർ നത്തിങ് ബട്ട് ബിഗ് പാർട്ണർഷിപ്സ്. അതായത് വലിയ പാർട്ണർഷിപ്പായിട്ടുള്ള വലിയ ഫേമുകളായിട്ടാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? അൺലിമിറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എത്ര രൂപ, ഇപ്പോൾ ഒരു 5 കോടി രൂപ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനവർ ഉത്തരവാദിയായിരിക്കും. അതാണ് അതിൻ്റെ പറയുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നതാണ് ABCDയിൽ പറഞ്ഞിരിക്കുന്നതാണ് ടൈപ്സ് ഓഫ് കമ്പനീസിൽ. അടുത്ത ഇതാണ് പറഞ്ഞത് ഓൺ ദ ബേസിസ് ഓഫ് ലിസ്റ്റിങ്ങിൻ്റെ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് കമ്പനി തരംതിരിക്കുന്നതാണ് പറയുന്നത്. ഒന്നാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കമ്പനി ഹൂസ് ഷെയർസ് ആർ ലിസ്റ്റഡ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കമ്പനി ഹൂസ് ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സച്ച് ആസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ വേർഡ് ഓർക്കുക. ഔദ്യോഗിക ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അടുത്താണ് അൺലിസ്റ്റഡ് കമ്പനീസ്. എ കമ്പനി ഹൂസ് ഷെയർസ് ആർ നോട്ട് ലിസ്റ്റഡ് ഓൺ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് ആസ് ആൻ അൺലിസ്റ്റഡ് കമ്പനി. അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റിൽ പേര് രേഖപ്പെടുത്താത്ത ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അടുത്ത അതർ ടൈപ്പ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണ് പറയുന്നത്? അതായത് അതർ ടൈപ്പ് ഓഫ് കമ്പനീസിനകത്ത് വരുന്നതാണ് 2013 കമ്പനീസ് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നതാണ് കൺസെപ്റ്റ് ഓഫ് സ്മോൾ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഏതല്ല, പബ്ലിക് കമ്പനികളല്ലാത്തതാണ് പറയുന്നത് കേട്ടോ. സ്മോൾ കമ്പനി, അസോസിയേറ്റ് കമ്പനീസ്, ഫോറിൻ കമ്പനി, ഗവൺമെൻറ് കമ്പനി, നോൺ പ്രോഫിറ്റ് കമ്പനി, ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി ആൻഡ് പ്രൊഡ്യൂസർ കമ്പനീസ് എക്സെട്ര. ഓൾ ദീസ് കമ്പനീസ് ആർ കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദി കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഏതാണ് ഈ അതർ ടൈപ്പ് ഓഫ് കമ്പനീസിൻ്റെ പേരുകളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്ങിലേക്ക് പോവുകയാണ്, ഷെയർ ക്യാപിറ്റൽ. ഇത് അല്പം സ്പീഡ് ഞാൻ ഓടിച്ചു വിടുകയാണ്, കാരണം ഇത് നിങ്ങൾ +1 തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഓഹരി ഉപയോഗിച്ച് നമ്മളെങ്ങനെയാണ് മൂലധനം കണ്ടെത്തുന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നോക്കുക, ഷെയർ ക്യാപിറ്റൽ മീൻസ് ദ ക്യാപിറ്റൽ റേസ്ഡ് ബൈ എ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് ഒരു കമ്പനിയുടെ ഷെയറുകൾ അഥവാ ഓഹരികൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മൂലധനം അഗ്രിഗേറ്റുള്ള ഓണർഷിപ്പിനെ നമ്മൾ എന്നാ ചെയ്യാൻ പോവുകയാണ്? ഉള്ള ഉടമസ്ഥാവകാശത്തെ നമ്മളിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 30 പേരുണ്ട്. അപ്പം നിങ്ങൾ 30 പേരും കൂടി ഒരു കമ്പനി ഫോം ചെയ്യുന്നു. അപ്പോൾ അത് പാർട്ട്ണർഷിപ്പായിട്ടല്ല വരുന്നത്. പിന്നെ എന്താണ്? ഒരു കമ്പനിയുടെ ഷെയറുകൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആ ഒരു കുട്ടിക്ക്, ആദ്യത്തെ നമ്പർ 1 റോൾ നമ്പറുള്ള കുട്ടിക്ക് അതിൻ്റെ അകത്ത് നിന്ന് 5 ഷെയറേ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറൊരു കുട്ടിക്ക് ഒത്തിരി ഫിനാൻസ് കയ്യിലുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യാം? അതിൻ്റെ അകത്ത് നിന്ന് 50 ഷെയർ വാങ്ങാൻ പറ്റും. ബാക്കിയുള്ള 45 ഷെയർസാണ് ബാക്കി 29 കുട്ടികൾ ഡിവൈഡ് ചെയ്തുള്ളത്. അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൂടുതൽ ഷെയറുകൾ വാങ്ങിച്ചു കൂട്ടാനായിട്ട് സാധിക്കും. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് സ്മോൾ ഡിനോമിനേഷൻസ്. അതായത് കമ്പനിയുടെ ആകെ നമ്മൾ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൂലധനത്തെ ചെറിയ ചെറിയ ഡിനോമിനേഷനുകളായിട്ട് മുറിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു 5 കോടി രൂപയ്ക്കാണ് നമ്മളൊരു കമ്പനി തുടങ്ങുന്നതെങ്കിൽ ഈ 5 കോടി രൂപയെ കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകളായിട്ട് മുറിച്ച് ഓരോ ആളുകൾക്ക് നമ്മളത് കൊടുക്കും. അങ്ങനെയാണ് അത് കമ്പനിയുടെ ഷെയർ എടുക്കുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഓരോ യൂണിറ്റിനെയും എന്തെന്ന് പറയുന്നു? ഷെയർസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ ടോട്ടലായിട്ട് വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈച്ച് ആൻഡ് എവരി യൂണിറ്റ് ഓഫ് എ ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഷെയർസ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഏതൊക്കെ അതിനകത്ത് ഉള്ള 2 ടൈപ്സ് ഓഫ് ഷെയർസ് പ്രധാനമായിട്ട് പഠിച്ചോളം കണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർസിനെ നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിൽ തിരിക്കാം. ഒന്ന് പ്രിഫറൻസ് ഷെയർസ് എന്നും 2 ഇക്വിറ്റി ഷെയർസ് എന്നും 2ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്നാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് വിച്ച് ക്യാരി ദി ഫോളോവിങ്
ടു റൈറ്റ്സ്. പഠിക്കുക. പ്രിഫറൻസ് എന്നുള്ള വാക്കിനർത്ഥം എന്താണ്? പ്രിഫറൻസ്, മുൻഗണന, താല്പര്യം, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാം ഇത് ഇങ്ങനെ ഒരു എളുപ്പവഴി വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ, അല്ലാതെ വേറെ ടഫായിട്ട് കാണാതിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ കാണാതെ പഠിക്കുക. പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമുള്ള സ്പെഷ്യൽ കൺസിഡറേഷനെ ആയിരിക്കും എന്ന് പറയുന്നത് പ്രിഫറൻസ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ അത് പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രധാനമായും രണ്ട് തരത്തിലുള്ള റൈറ്റ്സുകളാണുള്ളത്. ഒന്ന്, they have a right to underline receive dividend at a fixed rate before any dividend is paid on the equity shares. പഠിക്കണം, it's very important. Have the right to receive a dividend at a fixed rate before any dividend is paid to equity shareholders. ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് ഡിവിഡൻഡ് കിട്ടാൻ അധികാരമുള്ളതോ അല്ലെങ്കിൽ അവകാശമുള്ളതോ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നു. ഇവർക്കാണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ അർത്ഥം ലാഭവിഹിതം അല്ലേ? ഒരു വർഷം നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുവെങ്കിൽ ആ ലാഭത്തെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ആർക്കാണോ ആദ്യം കിട്ടാനായിട്ട് അവകാശമുള്ളത് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. രണ്ട്, എൻ്റെ കമ്പനി ഈസ് വൗണ്ട് അപ്പ്, അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്താൽ they have a right to the return of capital before that equity shares. അതായത് വൗണ്ട് അപ്പ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കമ്പനി ബിസിനസ് നിർത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ല സംഭവിച്ചു കഴിഞ്ഞാൽ they have a right to return of capital. അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ നിക്ഷേപിച്ച മൂലധനം ഇവർക്ക് കിട്ടാനായിട്ട് അവകാശമുണ്ട്. അപ്പോൾ അവർക്ക് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ലാഭവിഹിതം കിട്ടാനായിട്ടുള്ള അവകാശം. രണ്ടാമത് പറഞ്ഞിരുന്നതാണ് ഷെയർസ് ഇത് ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർ നിക്ഷേപിച്ച പൈസ ആദ്യം കിട്ടാനായിട്ടുള്ള അവകാശമുള്ളതും ആർക്കായിരിക്കും? ഈ പറയുന്നത് പോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സാണ്. അർത്ഥമാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പഠിച്ചോളുക. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 43 പ്രകാരം ഇതാണ് പറയുന്നത്: ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നെഗറ്റീവ് ആസ് പെർ ദിസ് സെക്ഷൻ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മീൻസ്, അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലാത്ത ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നു. ആൻഡ് ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ പെയ്ഡ് ഡിവിഡൻഡ് ഓൺലി വെൻ പ്രോഫിറ്റ്സ് ആർ ലെഫ്റ്റ് ആഫ്റ്റർ ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ബീൻ പെയ്ഡ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് നമ്മളിപ്പോൾ തൊട്ടുമുകളിൽ കണ്ടേ ഉള്ളൂ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞ് മിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഇവർക്ക് കിട്ടത്തുള്ളൂ. ഇഫ് ഇൻ എ പർട്ടിക്കുലർ ഇയർ ദർ ഇസ് നോ പ്രോഫിറ്റ്, ഇക്വിറ്റി ഷെയർസ് വിൽ റിസീവ് നത്തിങ്. ഒരു വർഷം ലാഭമൊന്നും ഇല്ല എങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇഫ് ദ കമ്പനി ഏൺ മോർ പ്രോഫിറ്റ്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദ ഗെറ്റ് എ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, അവർ കൂടുതൽ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും. ആസ് റിഗാർഡ്സ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് റിട്ടേൺ ഓൺലി വെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈസ് റിട്ടേൺ ഇൻ ഫുൾ. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ മിച്ചം ഉണ്ടെങ്കിൽ ആർക്ക് കിട്ടത്തുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടത്തുള്ളൂ അല്ലേ? അടുത്ത അവസാനത്തെ സെൻറ്റൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അണ്ടർലൈൻ ചെയ്യുക. ലാസ്റ്റ് ലൈന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് കൺട്രോൾ ദ അഫയേഴ്സ് ഓഫ് ദി കമ്പനി. ഇവർക്കാണ് ഈ കമ്പനിയിലെ വോട്ടിംഗ് റൈറ്റ് ഉള്ളതും അതുപോലെ തന്നെ കമ്പനിയുടെ അഫയേഴ്സിലെല്ലാം ഇവർക്ക് ഇടപെടാനായിട്ട് സാധിക്കുന്നതും ആർക്ക് മാത്രമേ ഉള്ളൂ? ഈ പറയുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉള്ളതാണ് പറഞ്ഞിരുന്നത്. അടുത്താണ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇത്രയോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നുള്ളൂ. സെക്കൻഡ് ലൈൻ അണ്ടർലൈൻ ചെയ്യുക. ദീസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി, അണ്ടർലൈൻ ചെയ്യുക, ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് അറ്റ് എ discount or for a consideration other than cash for providing technical know-how or for intellectual property. അതായത് ഏതെങ്കിലും ടെക്നിക്കൽ നോഹൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്ര സാങ്കേതികപരമായിട്ട് അറിയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചിന്തിക്കാത്തതിനപ്പുറം ചിന്തിക്കുകയോ അതിലൂടെ ഒത്തിരി പ്രോഫിറ്റ് കിട്ടുകയോ ചെയ്യുന്ന അങ്ങനെയുള്ള സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഒരു ഡിസ്കൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമ്മാനം പോലെയുള്ള രീതിയിൽ കൊടുക്കുന്ന ഷെയർസിനെയാണ് എന്തെന്ന് പറയുന്നത്? സെറ്റ് ഇക്വിറ്റീസ്. സ്വീറ്റ് അല്ല, സെറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ലൈൻ നിന്ന് നോക്കാം. ദീസ് ആർ ഫ്രീ ഷെയർസ് ഗിവൺ ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഫ്രീ ഷെയർസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള നിങ്ങൾ വായിച്ചു നോക്കുക. എന്താണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്?
അതായത് കമ്പനീസ് ആക്ടിൻ്റെ 62ാം സെക്ഷൻ പറയുന്നതാണ് പ്രിഎംറ്റീവ് റൈറ്റ് ടു ദി അണ്ടർലൈൻ existing shareholders of a company to acquire the shares whenever it issues a new shares. പുതിയ ഷെയർസ് എപ്പോൾ ഇഷ്യൂ ചെയ്യുന്നോ ആ ടൈമിൽ എന്ത് ചെയ്യുന്നു, നിലവിലുള്ള, അതിനാണ് ആ വേർഡിനാണ് ഇമ്പോർട്ടൻസ്. ദീസ് ദ റൈറ്റ് ഇഷ്യൂ ഓർ റൈറ്റ് ഷെയർസ് ആർ എലിജിബിൾ ഓൺലി ഫോർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന മൂലധനത്തെയാണ് എന്തെന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഏതൊക്കെയാണ്? ഒന്ന്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. രണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. പിന്നെ റിസർവ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ റിസർവ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അത് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാൻ വേഗം ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കിയിട്ട് പോകാം. ഷെയർ ക്യാപിറ്റൽ, ഷെയർസ് അല്ല, ഷെയർ ക്യാപിറ്റലിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാമെന്നാണ്. ഒന്നാമത്തെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് റെഫേഴ്സ് ടു ദാറ്റ് എമൗണ്ട് വിച്ച് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ. This is the maximum capital for which a company is authorized to issue shares during the lifetime. അതായത് ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിൽ മാക്സിമം ഇവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന കമ്പനി പെർമിറ്റ് ചെയ്തിരിക്കുന്നതും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. പഠിച്ചോളുക കേട്ടോ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള സെക്ഷനൊക്കെ നോക്കിക്കൊള്ളുക. രണ്ടാമത്തെയാണ് പറയുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഫോർ സബ്സ്ക്രിപ്ഷന് വേണ്ടി യഥാർത്ഥമായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസാണ് എത്രയാണ്? ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ എത്രയാണോ കമ്പനി പെർമിറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഇനി വിളിക്കാതെ ഇരിക്കുന്ന ബാക്കിയുള്ള എമൗണ്ടാണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. ആ വേർഡ് തന്നെയുണ്ട്. പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൽ എന്തോരം അവർ സ്വീകരിച്ചു അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അൺസബ്സ്ക്രൈബ്ഡ് നിങ്ങൾക്ക് അറിയാൻ ഇത് ഓപ്പോസിറ്റ് ഓർത്താൽ മതി. ഇനിയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിത്ത് റിഗാർഡ് ടു വിച്ച് കോൾസ് ഹാവ് ബീൻ മെയ്ഡ്. അതായത് ജനങ്ങൾക്ക് നമ്മൾ കൊടുത്തു, അവരത് സബ്സ്ക്രൈബ് ചെയ്തു. ഈ സബ്സ്ക്രൈബ് ചെയ്തതിൽ എത്രയാണ് അവർ എന്ത് ചെയ്യുന്നത് കോൾ ചെയ്യുന്നതിനെയാണ് എന്ന് പറഞ്ഞാൽ ഫുള്ള് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു 10% അല്ലെങ്കിൽ ഒരു പോർഷൻ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ദ ഡിഫറൻസ് ഇഫ് എനി ബിറ്റ്വീൻ ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് കോൾസ് ഇൻ അരിയേഴ്സ്. പഠിക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്, എത്ര വിളിച്ചു എന്നുള്ളതല്ല. അതായത് 1,00,000 ഷെയർസ് പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്തു, അതിൽ നിന്ന് 60,000 രൂപ മേടിക്കുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്താ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത്. 60,000 ജനങ്ങൾ മേടിച്ചതിൽ ഒരു 40,000 നമ്മളിപ്പോൾ വിളിക്കുന്നുള്ളൂ. ഈ 40,000 വിളിച്ചതിൽ ഒരു 33 ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ ഇങ്ങോട്ട് അടയ്ക്കുന്നുള്ളൂ, അതിൻ്റെ പൈസ അടയ്ക്കുന്നുള്ളെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ബാക്കി പിന്നെ കോൾസ് ഇൻ അരിയേഴ്സ്. അത് വിളിച്ചിട്ട് നമ്മളിപ്പോൾ ഫീസൊക്കെ അടയ്ക്കുന്ന കുട്ടികളാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ സെമ്മിലൊക്കെ പൈസ അടയ്ക്കാൻ കിടപ്പുണ്ടെങ്കിൽ അത് അരിയർ എന്ന് വിളിക്കും അല്ലേ. നേരത്തെ പെൻഡിങ് എമൗണ്ട് കിടപ്പുണ്ടെങ്കിൽ അത് അതിൻ്റെ കാറ്റഗറി വരുന്നതാണ്. അടുത്തത് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള വ്യത്യാസം നോക്കും. ഇത് സാധാരണയായി എന്നും കുട്ടികൾക്ക് തെറ്റിപ്പോകുന്ന 2 വേർഡുകളാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കുക, റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ക്യാപിറ്റൽ മീൻസ് എ ലിമിറ്റഡ് കമ്പനി മേ ബൈ സ്പെഷ്യൽ റെസല്യൂഷൻ ഡിറ്റർമിൻ ദാറ്റ് എ പോർഷൻ ഓഫ് ദി അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ ഷാൽ നോട്ട് ബി കോൾഡ് അപ്പ് എക്സെപ്റ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ആൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. അതായത് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഇൻ ദ പോർഷൻ ഓഫ് ദി അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ. അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ 60 കൊടുത്തതിന് 40,000 ജനങ്ങൾ സ്വീകരിച്ചു. ഇതിൽ നിന്നും നമ്മൾ 30 ഇപ്പോൾ പൈസ ആവശ്യമുള്ളൂ എന്നും പറഞ്ഞു വെച്ച് കമ്പനി സ്വീകരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്
കോൾഡപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൾഡപ്പ് ചെയ്യുമ്പം 40 ജനങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, അതിൽ നിന്ന് നമ്മൾ 30 ഇപ്പോൾ പൈസ തന്നാൽ മതി, ബാക്കി പിന്നെ മതി എന്നും പറഞ്ഞേച്ച് 30 മേടിക്കുന്നതെങ്കിൽ ഇനി എത്രയുണ്ട്? 10 അവിടെ വിളിക്കാതെ ഇരിപ്പില്ലേ? ആ 10 നമ്മൾ എന്തായിട്ട് തന്നു? ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതിപ്പോൾ ഒന്നും വിളിക്കാതെ ഇങ്ങനെ എമർജൻസിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ഫോർ ദ പർപ്പസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ? വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കമ്പനി പൂട്ടാൻ നേരത്ത് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ ആ ടൈമിൽ ഈ ബാക്കിയുള്ള 30 നമ്മൾ വ്യത്യാസം വിളിക്കാതിരിക്കുന്ന 10 വിളിക്കത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനിയാണ് തിരിച്ചുള്ളത് ക്യാപിറ്റൽ റിസർവ്. മാറിപ്പോകരുത്. ക്യാപിറ്റൽ റിസർവ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് ഏത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏത് എടുക്കുന്നത്? ക്യാപിറ്റൽ റിസർവ് എടുക്കുന്നത്. ഇച്ചിരി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, വിച്ച് ഡു നോട്ട് റൈസ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്, ഇറ്റ് കനോട്ട് ബി ലീഗലി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ ഡിവിഡൻഡ്. അതായത് നേരത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബിസിനസ് ചെയ്തതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഉണ്ട്, ലാഭമുണ്ട്. ആ ലാഭത്തിൽ നിന്നും കുറേ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ റിസർവായിട്ട് നമ്മൾ മാറ്റി വെക്കും. ഈ എമൗണ്ട് ഒരു കാരണവശാലും ലാഭവിഹിതമായി ആർക്ക് കൊടുക്കില്ല? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കത്തില്ല. അത്ര ഓർത്ത് വെച്ചാൽ മതി. നേരത്തെ കിട്ടിയ ലാഭത്തിൽ നിന്നും ഒരു പോർഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ എമൗണ്ട് ആർക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല? ഇപ്പോൾ അത് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഈ സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ: സെക്യൂരിറ്റീസ് പ്രീമിയം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ദാറ്റ് ഈസ് CRR, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എക്സെട്ര. അടുത്ത ലാസ്റ്റുള്ള അതുകൊണ്ട് നോക്കിയേക്കാം കേട്ടോ. ലാസ്റ്റ് ലൈൻ പേജിൻ്റെ ക്യാപിറ്റൽ റിസർവ് ആർ നോൺ ആസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി റിസർവുകളുണ്ട്. 40-40 മുകളിൽ റിസർവുകളുണ്ട്. ആക്സിഡൻറ്റ് റിസർവ് ഉണ്ട്, ഇൻഷുറൻസ് റിസർവ് ഉണ്ട്, പെട്രോൾ റിസർവ്, എന്ത് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പൈസ ഉണ്ടെങ്കിൽ റിസർവായിട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഇനി ആ ആവശ്യം വന്നാൽ മാത്രം എന്ത് ചെയ്താൽ മതി? ആ എമൗണ്ട് എടുത്താൽ മതി. അപ്പോൾ അതിന് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിലേക്കാണ് നമ്മൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.